ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ സിറിയയെ ചുറ്റി വന്ന ഇസ്രായേലിന്റെ വ്യോമസേന നേരെ ഇറാനിനുള്ളിൽ മറ്റൊരു ആക്രമണം നടത്തിയിട്ടുണ്ടാകും. കാരണം അത്രത്തോളം ഫ്ലൈറ്റ് എല്ലാം തയ്യാറായി നിൽക്കുകയായിരുന്നു. പ്രധാനമായും തെഹ്റാൻ വശത്താണ് ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇറാന്റെ തലസ്ഥാനം ഇപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകണം. എന്നാൽ അതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ സംഭവിച്ചു. പ്രധാനമായും SCO രാജ്യങ്ങൾ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, ഈ രാജ്യങ്ങളുടെ ഒരു സംഘടന ഈ ഒരു സംഭവത്തിനെതിരെ അവരുടെ ഒരു അപലപനം അറിയിച്ചു. UK അവരുടെ വ്യോമസേനയെ മിഡിൽ ഈസ്റ്റിൽ നിർത്തിയിട്ടുണ്ട്. ഇവയെല്ലാം എന്തിന്, എങ്ങനെയായിരിക്കും, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഇറാൻ ഒരു മെമ്പറാണ്. ഇറാൻ മാത്രമല്ല, ചൈനയും റഷ്യയും ഈ SCOയിൽ ഒരു മെമ്പറാണ്. അപ്പോൾ ഇറാൻ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ SCOയിലെ ബാക്കി ഈ ശേഷിക്കുന്ന രാജ്യങ്ങളും ഈ പ്രശ്നത്തിൽ ഇടപെടണം. അങ്ങനെ നോക്കിയാൽ തീർച്ചയായും ചൈനയും റഷ്യയും ഇറാന് സപ്പോർട്ടായി സ്വരമുയർത്തിയിരിക്കണം. ആദ്യം ഈ സഖ്യം വഴി വേണം സ്വരമുയർത്താൻ. ഇവർ ഇസ്രായേലിനൊരു മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്, ഇറാനുള്ളിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇറാനിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു, അനാവശ്യമായ പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ സംഭവിച്ചത് എന്ന്. ഇതിൽ ഇന്ത്യയും ഉൾപ്പെടുമെന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ വന്നപ്പോൾ ആ ഡോക്യുമെന്റിന് കീഴിൽ ഇന്ത്യ തന്നെ അതിന്റെ ഒരു വിശദീകരണം നൽകി. ഈ അറിയിപ്പിനും ഇന്ത്യക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന്. ഇറാനെ എതിർത്തോ അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർത്തോ ഒരിക്കലും ഇന്ത്യ തങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ പോകുന്നില്ല. രണ്ടും ഞങ്ങളുടെ സൗഹൃദ രാജ്യം തന്നെയാണ്. രണ്ട് രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകണം. രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങളും സമാധാനത്തിൽ ജീവിക്കണം. ഇതാണ് ഇന്ത്യയുടെ പ്രാർത്ഥന. ഇതിൽ ഒരു രാജ്യത്തെ ഉയർത്തി മറ്റൊരു രാജ്യത്തെ താഴ്ത്തി, ഇവർ ചെയ്തത് തെറ്റ്, ഇവർ ചെയ്തത് ശരി, ഇങ്ങനെ ഏതൊരു രീതിയിലും സംസാരിക്കാൻ ഇന്ത്യ തയ്യാറല്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇന്ത്യ തലയിടില്ല. ഇങ്ങനെ വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ പറഞ്ഞു. അപ്പോൾ ഏത് രാജ്യത്തിൽ നടക്കുന്ന പ്രശ്നമായാലും ശരി, ഇന്ത്യ പറയുന്നത് രണ്ട് രാജ്യങ്ങളിലെ പ്രശ്നവും സംസാരിച്ച് തീരുമാനിക്കുക, അവസാനിപ്പിക്കുക. ചരിത്രപരമായ പ്രശ്നങ്ങളാണെങ്കിൽ തെളിവോടുകൂടി അതിൻ്റെ എല്ലാം സൊല്യൂഷൻസ് കാണുക. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ ഒരു ഭാഗത്ത് ഞങ്ങളുടെ യുദ്ധവിമാനങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് സ്റ്റാർമർ ഒരു കാര്യം പറഞ്ഞു. UK ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു പ്രശ്നം അറിഞ്ഞുകൊണ്ട് വരുത്തി വയ്ക്കുകയാണ്. കാരണം എന്താണെന്ന് നോക്കിയാൽ രണ്ട് കാരണം പറയാം. ഒന്നാമത്തേത്, ഇന്നലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ അയച്ചല്ലോ. ഈ ഡ്രോണിനെ പകുതിയിൽ തന്നെ നശിപ്പിക്കാനായി അമേരിക്കയുമായി ചേർന്ന് സഹായിച്ചൊരു രാജ്യം അത് UK ആയിരുന്നു. UK നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത് ഒരു പക്ഷെ നിങ്ങളിൽ പലർക്കെങ്കിലും അറിയാമായിരിക്കും. പ്രധാനമായും ലണ്ടനിൽ നിന്ന് ഒരുപാട് സമ്പന്നർ പുറത്തേക്ക് പോകുന്നുണ്ട്. UK ജനങ്ങൾ അവരുടെ ജീവിത രീതി, അവരുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പണമൊക്കെ വെള്ളം പോലെ ചിലവാക്കുന്നു. ഇതൊക്കെ പലർക്കും അറിയാവുന്നതാണ്. അതേ UK ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല. ഒരുപാട് പണം പല രാജ്യങ്ങളിൽ നിന്നും എടുത്താണ് അവരുടെ ട്രഷറിയിൽ ഇപ്പോൾ ഉള്ളത്, അതും രാജവംശത്തിലെ ട്രഷറിയിലുള്ളത്. അതേ UK ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത്, അതെ ഞങ്ങൾ ഇറാനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് റീജിയണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അതായത് മിഡിൽ ഈസ്റ്റ് എന്ന മേഖല, അവിടെ ഏതൊരു പ്രശ്നവും വരാതിരിക്കാനായി ഞങ്ങൾ ഞങ്ങളുടെ വ്യോമസേനയെ അവിടെ നിർത്തും. അപ്പോൾ ഇറാനെതിരെ ഞങ്ങളുടെ വിമാനം അവിടെ നിർത്തുകയാണ്. ഇറാൻ ഇത് കാണുക എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാനെ പരോക്ഷമായി തന്നെ ഭീഷണിപ്പെടുത്താൻ UK തയ്യാറായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇറാൻ ഇതിനകം പറഞ്ഞത്. UK, ഫ്രാൻസ്, അമേരിക്ക ഇവർ ഇസ്രായേലിനെ പിന്തുണച്ചു വരുമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഇവർ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം നടത്തിയാൽ, ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടത്തി അത് ഞങ്ങളെ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നൽകുന്ന അടി മറ്റൊരു രീതിയിലായിരിക്കും. ഇതൊക്കെ ഒരു അല്പം നിങ്ങൾ ചിന്തിക്കുക എന്ന് ഇറാൻ മുന്നേ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാൻ പറഞ്ഞതുപോലെ തന്നെ UK ഞാനും ഈ യുദ്ധത്തിൽ കളമിറങ്ങുന്നുവെന്നവർ കാണിച്ചു തന്നു. ചെയ്തും പറഞ്ഞും കാണിച്ചിട്ടുണ്ട്. സിറിയയിൽ നിന്നും നേരെ കറങ്ങി ഇറാന്റെ ഭാഗത്തേക്ക് ചില ഫൈറ്റർ ജെറ്റ്സ് വരുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നു. ഈ ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ പുതിയ അപ്ഡേറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഇതിനിടയിൽ നെതന്യാഹു പറഞ്ഞത് വീണ്ടും വൈറലാവുകയാണ്. ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇറാനിലെ ചില നേതാക്കന്മാർക്കും മുൻപേ അറിയാമായിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേർ അവരുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഇറാൻ വിട്ട് തന്നെ പോയി. ചിലർ പോയിട്ടില്ല, അവരിപ്പോൾ ജീവിച്ചിരിപ്പുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 9 ശാസ്ത്രജ്ഞന്മാരെ നശിപ്പിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇസ്രായേലിന് യഥാർത്ഥ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കാരണം വിത്തിൻ ഡേയ്സ് ഇറാൻ അണുവായുധം വികസിപ്പിച്ചെടുത്തുണ്ടാകും. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇറാനെതിരെ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയത്. അപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാരെ ഞങ്ങൾ നശിപ്പിച്ചത് കൊണ്ട് ഒരു 10-15 വർഷം പിന്നിലേക്ക് ഞങ്ങൾ വീണ്ടും ഇറാനെ കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് മാത്രമാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല.
വർഷങ്ങൾക്ക് മുൻപ് വന്ന വാർത്തകൾ, മാധ്യമം, ന്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ അപ്പോഴെല്ലാം ഇത് കാണാൻ കഴിയും. ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഒറ്റ ദിവസത്തിൽ ഇറാൻ അണുവായുധം നിർമ്മിക്കും. ഒരു ദിവസം താമസിച്ചിരുന്നെങ്കിൽ ഇറാൻ അണുവായുധം അച്ചീവ് ചെയ്തിട്ടുണ്ടാകുമെന്നൊക്കെ. 10 വർഷത്തിന് മുൻപ് ഇതേ ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഒരു പ്രശ്നം വന്നിരുന്നു. അപ്പോഴും ഇതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. 15 വർഷങ്ങൾക്ക് മുൻപ് ഇറാനും ഇസ്രായേലിനും ഇടയിലും ഒരു പ്രശ്നം വന്നു. അപ്പോഴും ഇതേ വാക്ക് തന്നെയായിരുന്നു നെതന്യാഹു പറഞ്ഞത്. ഞങ്ങൾ അവരെ വിട്ടിരുന്നെങ്കിൽ അവർ അണുവായുധം നിർമ്മിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ. 24 വർഷത്തിന് മുൻപും ഒരു പ്രശ്നമുണ്ടായി. അപ്പോഴും ഇതേ വാക്ക് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇതാണിപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. അപ്പോൾ വർഷങ്ങളായി ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറാനെ ആക്രമിക്കുകയാണോ ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ അതിനവർ പറയുന്ന മറുപടി എന്താണെന്ന് അറിയണ്ടേ? അവസാനമായി അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസിയുടെ ഒരു നേതാവ് തുൾസി, അവർ 2025 ഈ വർഷത്തിൽ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഇല്ല, ഇപ്പോഴത്തേക്ക് ഇറാൻ അണുവായുധം നിർമ്മിക്കുന്നതിന് തയ്യാറായിട്ടില്ല, അതിനിനിയും ധാരാളം സമയമുണ്ടാകും എന്ന് ഒരു മാസത്തിന് മുൻപ് 2 മാസത്തിന് മുൻപൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അമേരിക്കൻ ഇന്റലിജൻസ് ഓഫീസേഴ്സിന്റെ ഹെഡ് തന്നെ ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയപ്പോൾ ഇസ്രായേലിന്റെ ഇന്റലിജൻസിന് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ലഭിച്ചത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ശരി, ഇതൊരു വശത്തുള്ളപ്പോൾ ഞങ്ങൾ ഇറാന്റെ ഇന്റലിജൻസ് ടോപ്പ് കമാൻഡോസിനെ കൊന്നു എന്നൊരു അറിയിപ്പ് ഇസ്രായേൽ നൽകി. ഇറാൻ ഇന്റലിജൻസ് യൂണിറ്റിന്റെ നേതാവ് തന്നെ കൊന്നു. ചാര നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഞങ്ങൾ കൊന്നുവെന്ന് ഇത്തരമൊരു അറിയിപ്പും ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇസ്രായേൽ ആദ്യമായി ഇറാന്റെ ഗ്യാസ് ഫീൽഡിനെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനർജി സെക്ടറിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറഞ്ഞത് ഇപ്പോൾ അവർ ചെയ്തും കാണിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഇതിനകം എയർ ഡിഫൻസ് സിസ്റ്റത്തെ നശിപ്പിച്ചു, എയർ ബേസിസിനെ നശിപ്പിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട ചില ബേസുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അതിനുശേഷം അവരുടെ സർഫസ് ടു എയർ മിസൈൽ ബാറ്ററീസ് എവിടെയെല്ലാമാണോ നിർത്തിയിട്ടുള്ളത് അത് കൂടാതെ ഇതിനെ ആക്രമിച്ചു. ഇനി ആക്രമിക്കേണ്ടത് അവിടെയുള്ള എനർജി സെക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞ കാര്യമാണ്, പ്രതീക്ഷിച്ചതാണ്. അതുപോലെ തന്നെ പുഷൽ എന്ന സ്ഥലത്തുള്ള ഗ്യാസ് ഫീൽഡിനെതിരെയും ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് ഫീൽഡിനെതിരെയുള്ള അറ്റാക്ക് വീണ്ടും തുടരുമെന്നും പറഞ്ഞു. എനർജി സെക്ടറിനെതിരെയുള്ള ഒരു അറ്റാക്ക് ഇസ്രായേൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അത് തുടർന്നു കൊണ്ടുപോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒമൻ രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞത് 6ാമത്തെ ഒരു റൗണ്ട് ചർച്ചയുണ്ടായിരുന്നു അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ, അതും ഈ അണുവായുധം സംബന്ധിക്കുന്ന രീതിയിൽ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മെക്കൊണ്ടത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. എന്നാൽ അതിനുവേണ്ടി ഞങ്ങളിതെങ്ങനെ ഉപേക്ഷിക്കില്ല, എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചകൾ നടത്താനുള്ള അവസരങ്ങൾ എന്താണെന്ന് ഞങ്ങൾ തിരയുകയാണ്. അതറിഞ്ഞ ഉടനെ തീർച്ചയായും ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തുമെന്ന ഒരു പ്രഖ്യാപനം ഒമൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അസർബൈജാൻ ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലെ അതിർത്തി, വ്യോമാതിർത്തി ഇവയെല്ലാം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് നടക്കില്ല, അത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. അപ്പോൾ അർമേനിയ, അസർബൈജാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അസർബൈജാന് പിന്തുണ തുർക്കിയാണ്. തുർക്കിയുടെ സപ്പോർട്ടായ രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അസർബൈജാൻ അവരുടെ എയർ സ്പേസ് ആർക്കു വേണ്ടിയും ശത്രു രാജ്യത്തിന് വേണ്ടി ഒരിക്കലും തുറന്നു കൊടുക്കില്ല. കാരണം പറഞ്ഞു വന്നാൽ ഇറാന് സപ്പോർട്ടായി അസർബൈജാൻ സംസാരിച്ചിട്ടുണ്ട്. ഇറാന്റെ ടോപ്പ് സ്പൈ ചീഫ് ആൻഡ് മിസൈൽ കമാൻഡർ എന്ന 2 പേര് ഞങ്ങൾ കൊന്നുവെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇസ്രായേൽ കൊടുത്തു. ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ വഴി 20 സീനിയർ മിലിറ്ററി ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ 2 മിസൈൽ വാർഫെയറിലെ വളരെ പ്രധാനപ്പെട്ട 2 പേര് ഞങ്ങൾ കൊന്നു. അതിലൊരാളുടെ പേര് ഗോൾമാർ ഷുമർബി, ദ ഹെഡ് ഓഫ് ഇറാൻ ആംഡ് ഫോഴ്സസ് ഇന്റലിജൻസ് ഓർഗനൈസേഷൻ. അദ്ദേഹം ഒരു സാധാരണ ജനറൽ മാത്രമായിരുന്നില്ല, അദ്ദേഹമാണ് ഇറാന്റെ മിലിറ്ററി ഇന്റലിജൻസിന്റെ പ്രധാനപ്പെട്ട ഒരു തല. അറ്റാക്ക് പ്ലാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രൈക്ക് അഗൈൻസ്റ്റ് ഇസ്രായേൽ ഇതായിക്കോട്ടെ, ഇവയെല്ലാം കഴിഞ്ഞ 2 വർഷമായി തലച്ചോറായി പ്രവർത്തിച്ചത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തെ ഞങ്ങൾ കൊന്നു എന്നും ഒരു വിവരം ഇസ്രായേൽ പുറത്തുവിട്ടു. അടുത്തത് മുഹമ്മദ് ബഹേരി, ഇദ്ദേഹം കമാൻഡർ ഇൻ ചാർജ് ഓഫ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം. അദ്ദേഹത്തെയും ഞങ്ങൾ കൊന്നു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഒരുപാട് അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒരുപാടുണ്ട്. പറഞ്ഞു വന്നാൽ അവരുടെ എയർ സുപ്പീരിയോറിറ്റി ഉപയോഗിച്ച് ഇസ്രായേൽ ഇറാനെതിരെ പ്രധാനമായും ഇറാന്റെ തലസ്ഥാനത്തിൽ ആക്രമണം നടത്താം. അങ്ങനെ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഇറാനും തീർച്ചയായും തിരിച്ചടിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ അപ്ഡേറ്റുകൾ തീർച്ചയായും നമുക്ക് അറിയാനും സാധിക്കും. എന്തെങ്ങനെയായാലും ഈ ലോകത്തിൽ സമാധാനം തിരികെ വരുന്നതിന് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം. ഈ ഒരു യുദ്ധമായിരിക്കും അവസാന യുദ്ധം എന്നാണ് ചിന്തിക്കുന്നത്. കാരണം ഇതിനുശേഷം മറ്റൊരു യുദ്ധം എന്നത് ഒന്നും തന്നെ ഇല്ല. ഇതിനകം റഷ്യ ഉക്രൈൻ യുദ്ധം ഏകദേശമൊക്കെ അവസാനിക്കേണ്ട ഘട്ടത്തിലാണുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിപ്പോഴത്തേക്ക് വലിയ രീതിയിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തായ്വാൻ ചൈന യുദ്ധം അത് ഇതുവരെയും ആരംഭിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേ വേണ്ട. അപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള, ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ യമൻ, ഇസ്രായേൽ ഹൂത്തീസ് ഇങ്ങനെയുള്ള പല യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനുള്ള ഒരു കാരണമായി മാറാം.
അപ്പോൾ ഒരു യുദ്ധം അവസാനിച്ചാൽ അതിന് താഴെയുള്ള 5 യുദ്ധം അവസാനിക്കുമെന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ഇറാൻ യുദ്ധമായിരിക്കും. ഇതുപോലുള്ള വെരിഫൈഡ് ന്യൂസ്, അപ്ഡേറ്റഡ് ന്യൂസ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.